ചിത്രങ്ങൾ നോക്കുമ്പോൾ കൂടുതലായും പ്രകൃതി ദൃശ്യങ്ങളാണ് ആവിഷ്കരിച്ച് കാണുന്നത്. അപ്പോൾ ഈ പ്രകൃതിയോടുള്ള ഈ ആഭിമുഖ്യം, പ്രകൃതിയോട് തോന്നുന്ന ഈ ആഭിമുഖ്യത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങൾ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ എങ്കിലും പ്രകൃതിയുമായിട്ടുള്ള ഒരു അമിതമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം എനിക്ക് കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. പക്ഷികളെക്കുറിച്ചുള്ള ഈ പഠന രംഗത്തായാലും അത് തന്നെ ആദ്യം തുടങ്ങിയത് ഈ എന്ത് മരം, ഏത് രീതിയിലുള്ള മരങ്ങൾ കണ്ടാലും, പച്ചപ്പ് കണ്ടാലും, പുൽപ്പാടങ്ങൾ, അതുപോലെ തന്നെ ആകാശം, അതിനീലമായിട്ടുള്ള ആകാശം, വളരെയേറെ ഡെപ്തുള്ള ഒരു ബ്ലൂ, ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ ഒരു ഈ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം എന്നുള്ള ഏർജ് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പം അതിൻ്റെ പിന്നിലാണ് ഞാൻ ഈ വരകളും ഒക്കെ ഉപയോഗിച്ച് ഇതൊന്ന് വരയ്ക്കാൻ ഒക്കെ ശ്രമിച്ച് നോക്കുന്നത്. അപ്പം ഇങ്ങനെ ഫോംസ് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം ഞാൻ ഇതിനെയൊക്കെ കണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം അതിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഈ പേന കൊണ്ടുള്ള വരകൾ ഒക്കെ ഉപയോഗിച്ച് വളർന്നു വന്നതിന് ശേഷം നിറങ്ങൾ കണ്ടെത്തിയപ്പോൾ ഈ നിറങ്ങൾ അതുപോലെ തന്നെ എനിക്ക് പകർത്താൻ കഴിയും, അല്ലെങ്കിൽ ആ നിറങ്ങളോട് എന്നോടുള്ള താല്പര്യം, എനിക്കും നിറങ്ങളുമായിട്ടുള്ള ആ ബന്ധം, ആ ഇന്ററാക്ഷൻ ചിത്രങ്ങളിൽ ഇങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്ന് ഞാൻ കണ്ടെത്തിയപ്പോൾ തന്നെ എനിക്ക് ഈ പെയിന്റിങ് എന്നുള്ള മീഡിയത്തിനോടുള്ള ഒരു പ്രത്യേക ഒരു റിലേഷൻഷിപ്പ് വന്നു. അങ്ങനെയാണ് ഞാൻ ഈ പ്രകൃതി ദൃശ്യങ്ങൾ എന്ന് പറയുന്ന പുറമേയുള്ള ഞാനും പ്രകൃതിയുമായിട്ടുള്ള ഈ ഇന്ററാക്ഷൻ, ഈ രംഗങ്ങൾ ഇങ്ങനെ വരച്ചു തുടങ്ങുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. മുരളിയുടെ ആദ്യകാല ചിത്രങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയാണ് അവലംബിച്ച് കാണുന്നത്. പക്ഷേ പിന്നീട് വരുന്നവരും അതിൽ കുറച്ചുകൂടി ഒരു അമൂർത്തതയിലേക്ക് പതുക്കെ നീങ്ങുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇതൊരു വളർച്ചയുടെ ഒരു ഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ഒന്ന് വിശദീകരിക്കാൻ സാധിച്ചാൽ നന്നായിരുന്നു. അതായത് ഈ ആദ്യകാലത്ത് ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഈ ഇന്റേണലായിട്ട് മനസ്സിനെ മനസ്സിലാക്കുന്നതിന് മുമ്പ് എൻ്റെ തന്നെ ഈ ഉള്ളിലുള്ള ഈഗോ എന്ന് പറയുന്നത്, ഞാനെന്ന ആ ബോധം, അതിങ്ങനെ ഉണരുന്നതിന് മുമ്പ് എനിക്ക് പ്രകൃതി കാണുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ അഭിനിവേശവും ഒരുതരം ഈ വല്ലാത്തൊരു തരം ദാഹം പോലെയൊക്കെ തോന്നിക്കൊണ്ടിരുന്നു, അത്രമാത്രം. അപ്പൊ അതിനു ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. ഈ ബാഹ്യ പ്രപഞ്ചം മാത്രമല്ല, അതിന്റെ ഉള്ളിലുള്ള പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ പതുക്കെ പതുക്കെ അതിങ്ങനെ കയറി എന്നെ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ മരങ്ങളും ഈ വൃക്ഷങ്ങളും അതുപോലെ തന്നെ മലയും വെള്ളവും ആകാശവും ഇതെല്ലാം തന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് പതുക്കെ കടന്നു വന്നു കഴിഞ്ഞു. അപ്പൊ ഉള്ളിൽ വന്നപ്പോഴത്തേക്ക് അതിനുള്ളിലുള്ള ഒരു ചെറിയ തരം ഈ പലതരത്തിലുള്ള ഇമോഷണൽ അസോസിയേഷൻസും അതുപോലെയുള്ള ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇങ്ങനെ പതുക്കെ പതുക്കെ മാറി വരുന്നതാണ് ഈ കാണുന്ന ഈ പ്രകൃതി. നേരത്തെ കണ്ട വെറും സ്റ്റാറ്റിക് ആയിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകൃതി ദൃശ്യങ്ങളിലേക്ക് ഞാൻ മാറി തുടങ്ങുന്നതിന്റെ കാരണം എന്തായാലും പ്രകൃതി തന്നെയാണ് അതിന്റെ ബേസിക് ഇത് ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റുന്നത്. ഈ പ്രകൃതി ദൃശ്യങ്ങൾ തന്നെ ആദ്യകാലത്ത് ജലച്ചായം പോലുള്ള മീഡിയങ്ങൾ, ക്രയോൺസ്, ജലച്ചായം, ടെമ്പറ ഒക്കെ ഉപയോഗിച്ചൊക്കെ ചെയ്തിരിക്കുന്നതായി കാണുന്നു. പക്ഷേ ഈ മീഡിയം തന്നെ പലരും ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഉപേക്ഷിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ മുരളിയിലാണെങ്കിൽ അത്തരമൊരു കാര്യം ദർശിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും വാട്ടർ കളേഴ്സ് പോലുള്ള മീഡിയങ്ങളോടാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ജലച്ചായം, അതുപോലെ അതിനെന്തെങ്കിലും ഒരു ഇന്ത്യൻ കോൺസെപ്റ്റ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഏഷ്യൻ രീതി, ഒരു ഓറിയന്റൽ രീതിയാണല്ലോ ഈ ജലച്ചായം എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ആ മീഡിയത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പ്രേരകമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ ജലച്ചായം തന്നെ വളരെ ഒരു നമ്മൾ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ കിട്ടുന്നതാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ട്രാൻസ്പെറൻസി, അതിന്റെ ആ മൃദുലതയും അതോടൊപ്പം തന്നെ അതിന്റെ സുതാര്യത, അത് രണ്ടും നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോഴേ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ ലെയർ ആയിട്ടുള്ള ഈ പ്രകൃതിയെ നമുക്ക് ചിത്രീകരിക്കാനും, ലാൻഡ്സ്കേപ്പ് പോലുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ എന്ത് ദൃശ്യം തന്നെ ആയാലും, ഹ്യൂമൻ ഫേസ് തന്നെ ആയാലും ഫിഗറേറ്റീവ് ആയാലും ഏത് രീതിയിൽ നമ്മൾ പെയിന്റ് ചെയ്താലും അതിന്റെ ഒരു മൃദുലതയുണ്ട്, ഒരു വളരെ വല്ലാത്തൊരു തരം സെൻസിറ്റീവ്നെസ്, അത് നമുക്ക് ഈ വാട്ടർ കളർ കൂടുതലായിട്ട് നൽകാൻ കഴിയും. അതുപോലെ തന്നെ പേസ്റ്റൽ ആയാലും അതിന്റെ ആ സ്ട്രോക്സ് ഉണ്ട്, പ്രത്യേക തരത്തിലാണ് സ്ട്രോക്ക്. ഓയിലിനെ പോലെയുള്ള ഒരുതരം ഈ ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു മീഡിയം അല്ല വാട്ടർ കളറും പേസ്റ്റലും. പേസ്റ്റലിന്റെ പുറമെ പതിച്ചു കഴിഞ്ഞാലും അതിൽ ചെറിയൊരു വാട്ടർ കൊണ്ടുള്ള വാഷോ ഒക്കെ നൽകി കഴിയുമ്പോഴത്തേക്ക് അത് മുഴുവൻ വ്യത്യസ്തമായ രീതിയിൽ അത് വരും. കുറച്ചുകൂടെ മൂവ്മെന്റ് ഉണ്ടാക്കാൻ വാട്ടർ കളറിൽ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് വാട്ടർ കളറിനെ ഞാൻ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഈ ഇന്ത്യൻനെസ് എന്നുള്ളത്, അത് കുറച്ച് എനിക്ക് താല്പര്യമുണ്ട്. ഈ ഓയിൽ കളർ എന്ന് പറയുമ്പോൾ തന്നെ തികച്ചും ഒരു യൂറോപ്യൻ ആയിട്ടുള്ള ഒരു അഫിനിറ്റി അതിനുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് തള്ളിപ്പറയല്ല ചെയ്യുന്നത്. പക്ഷെ കൂടുതലും എനിക്ക് കയ്യിൽ ഒതുങ്ങുന്നത് വാട്ടർ കളേഴ്സും അതുപോലെ തന്നെ പേസ്റ്റൽസും ഇങ്ങനെയൊക്കെ ആളാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ആവിഷ്കരിക്കുന്നതിന് ആവിഷ്കരണം എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ഏതെങ്കിലും മീഡിയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ന മീഡിയം ഉപയോഗിച്ചു കഴിഞ്ഞാലേ അതിന് സാധിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നെനിക്ക് തോന്നുന്നു. ഇനി അതിൽ നിന്ന് തന്നെ വേറൊരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അതായത് ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം ആയപ്പോഴത്തേക്കും ഈ
നാച്ചുറലിസം എന്ന് പറയുന്ന ആ ഒരു ആശയം തന്നെ ഇങ്ങനെ മാറിയിട്ട് അതിൻ്റെ ഈ ഓരോ വസ്തുക്കളെയും നമ്മൾ കാണുന്ന രീതിക്ക് തന്നെ ഒരു മാറ്റം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഈ ഇംപ്രഷനിസം കഴിഞ്ഞുള്ള അങ്ങോട്ടുള്ള ഈ പോൾ സെസാനെ മുതലുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ചിത്രകലയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചടുലമായ ചില വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റം കൂടെ മുരളിയുടെ പെയിൻറ്റിങ്ങുകൾ ആവാഹിച്ചിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ചോദിക്കാൻ കാരണം യൂറോപ്യൻ മീഡിയം എന്ന് പറയുന്നത് ഓയിൽ പെയിൻറ്റിങ് ആണല്ലോ. അവർ പോൾ സെസാനെ മുതലുള്ള അല്ലെങ്കിൽ തന്നെ പല ആർട്ടിസ്റ്റ്, പോൾ ക്ലീയെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ബാക്കി എല്ലാ യൂറോപ്യൻ പെയിൻറ്റേഴ്സും ഉപയോഗിച്ചിരുന്ന മാധ്യമം ഏറെക്കുറെ ഓയിൽസ് തന്നെയാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ചിത്രകലയിൽ ഉണ്ടായിട്ടുള്ള ആ മാറ്റം മുരളിയുടെ ചിത്രങ്ങളിൽ എനിക്ക് ദർശിക്കാൻ സാധിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിൽ അത് മുരളി ആവിഷ്കരിക്കുമ്പോഴത്തേക്കും ജലച്ചായത്തിലും മറ്റും ആവിഷ്കരിക്കുമ്പോൾ അന്നത്തെ ആ ഒരു മാറ്റത്തിനെ ഇതിലോട്ട് കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല. എങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇംപ്രഷനിസവും പോസ്റ്റ് ഇംപ്രഷനിസവും ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചുവല്ലോ, രണ്ട് മൂവ്മെന്റ്സ്, ഒരു ഗ്രൂപ്പ് ആണ് അതൊക്കെ. അപ്പൊ ഈ പോൾ സെസാൻ എന്ന് പറഞ്ഞ പെയിന്റർ തന്നെ എനിക്ക് കുട്ടിക്കാലം മുതലേ ഞാൻ അദ്ദേഹത്തിന്റെ ധാരാളം ചിത്രങ്ങൾ, ഒറിജിനൽ അല്ല എങ്കിലും ഈ പുസ്തകങ്ങളിൽ കൂടെയൊക്കെ പ്രിന്റും പല കളർ ദൃശ്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട് ഈ പോൾ സെസാൻ എന്ന് എനിക്ക് ധൈര്യമായിട്ട് തന്നെ പറയാം. പക്ഷെ എങ്കിലും ഞാൻ പ്രകടമായിട്ട് യാതൊരു രീതിയിലും പോൾ സെസാനെ അനുകരിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു പച്ച നിറത്തിലുള്ള ഒരു പ്രത്യേകതരം പച്ച, മഞ്ഞ, അതുപോലെ തന്നെ ഓറഞ്ച് നിറങ്ങൾ, പിന്നെ ഈ സ്റ്റിൽ ലൈഫിൽ കൂടെ തന്നെ ചില അബ്സ്ട്രാക്ട് ഫോർമേഷന് കൊടുക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു. അബ്സ്ട്രാക്ട് എക്സ്പ്രഷനിസം പോലെയുള്ള ഈ 20ാം നൂറ്റാണ്ടിലെ എല്ലാ ഈ മൂവ്മെന്റിനും പോൾ സെസാൻ തന്നെ നമുക്ക് ഒരു മാസ്റ്ററായിട്ട്, പിക്കാസോ പോലും പോൾ സെസാനെ മാസ്റ്ററായിട്ട് കരുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം സെസാന്റെ ചിത്രങ്ങൾ ഏകദേശം ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസ് എന്റെ പെയിന്റിങ്ങിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ഈ ഇംപ്രഷനിസം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം പ്രകൃതിയെ തന്നെ നമ്മൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഓബ്ജക്റ്റിൽ പ്രകൃതി ദൃശ്യം വരയ്ക്കുകയാണെങ്കിൽ അതും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല. അത് ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നു. എന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച് ഞാൻ കാണുന്ന കളറും ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോംസും മാത്രം അതവിടെ എങ്ങനെ ഇരിക്കുന്നു. അത് കാണുന്നവൻ മാത്രം അതിനെ അങ്ങ് വീണ്ടും റീലിവ് ചെയ്യാണ്. ഈ സാഹിത്യത്തിലൊക്കെ ഇംപ്ലൈഡ് റീഡർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ചിത്രങ്ങൾക്കകത്ത് ഒരു ഇംപ്ലൈഡ് ആയിട്ടൊരു സ്പെക്ടേറ്റർ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സെസാൻ മുതലായവർ ഇംപ്രഷനിസം, പോസ്റ്റ് ഇംപ്രഷനിസം അല്ലെങ്കിൽ ക്യൂബിസം മുതൽ സാധനങ്ങൾ ഏകദേശം ഉള്ളിലേക്ക് വരും. നേരത്തെ പറഞ്ഞ പോലെ ഈ ഓബ്ജക്റ്റ് മാത്രമല്ല, അത് മനസ്സിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. പിന്നെ ഞാനും ഇതുമായിട്ടുള്ള ഇൻഫ്ലുവൻസും ഇങ്ങനെ അങ്ങ് മാറി വരുന്നു. പിന്നെ തുറക്കാൻ തുടങ്ങുന്നു. ഓബ്ജക്റ്റ് ഒരെണ്ണം മാത്രമല്ല. സെസാൻ നീല ആപ്പിളുകൾ വരച്ചു. അത് മാത്രമല്ല, ഈ ആപ്പിളിന്റെ നമ്മൾ 3 വശവും, ഇപ്പം 3ഓ 4ഓ വശം അല്ലെങ്കിൽ അതിന് ഉള്ള ഡയമെൻഷൻസ് എല്ലാം തന്നെ നോക്കാൻ ശ്രമിക്കുകയും അതിങ്ങനെ തുറന്നു വെക്കുന്നത് പോലെ ആപ്പിളിന്റെ ഒരു ആപ്പിൾനെസ് എന്ന് പറയാം, ഈ ദിസ്നെസ് എന്നൊക്കെ പറയുന്ന പോലെ അത് ഇങ്ങനെ കാണിക്കാനാണ് ഈ ക്യൂബിസവും അതുപോലെ തന്നെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള എക്സ്പ്രഷനിസവും. ഇൻഡിവിജ്വൽ ആയിട്ട് മാറിക്കഴിഞ്ഞു ഓരോ വ്യക്തിയും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഓരോ വ്യക്തിക്കും അയാളുടേതായ ഒരു ഇമോഷൻസും ഈ ഒബ്ജക്റ്റീവ് ഫോംസിലോ അല്ലെങ്കിൽ അയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിലോ കൊണ്ടുവരാൻ സാധിക്കും. അതിന് അയാൾക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു മീഡിയം സെലക്ട് ചെയ്തെടുക്കുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുമ്പോൾ ഒരു ഇംപ്രഷനിസ്റ്റ് ഫേസ് എനിക്ക് തന്നെ സ്വന്തമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നു. അതിനുശേഷം ഞാൻ കുറച്ചൊരു ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നത് ഒരു അബ്സ്ട്രാക്ട് എക്സ്പ്രഷനിസ്റ്റ് ഫോംസിലേക്കാണ്. എക്സ്പ്രഷനിസം എന്ന് പറയുമ്പോൾ തന്നെ തികച്ചും അത് ഇൻഡിവിജ്വൽ ആണ്, അവനവൻ്റെതായിട്ടുള്ള എക്സ്പ്രഷനിലാണ്. അപ്പൊ അതിനെനിക്ക് പറ്റിയത് കുറച്ച് ഈ ഫ്ലൂയിഡിറ്റിയും ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെക്കാൻ പറ്റുന്ന ഈ ലൂസിഡ് ആയിട്ടുള്ള വാട്ടർ കളേഴ്സും ഒക്കെയാണ് സാധിക്കുന്നത്. പേസ്റ്റലും വാട്ടർ കളർ വാഷും ഇങ്കും ഇങ്ങനെയുള്ളതൊക്കെയാണ്. ഇപ്പൊ ഗ്രാഫിക്, ഈ ലിത്തോഗ്രാഫ് അങ്ങനെയുള്ളതൊക്കെ വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ അതൊന്നും ചെയ്യാനുള്ള സാഹചര്യം പലപ്പോഴും എന്റെ ഈ ജീവിതത്തിൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു നിത്യജീവിതത്തിനിടയ്ക്ക് അത് സാധിക്കാത്തത് കൊണ്ട് വാട്ടർ കളേഴ്സ് ആണ് ഈസി മീഡിയം എനിക്ക് വഴങ്ങുന്ന മീഡിയം എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഈ വാട്ടർ കളർ വഴി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ എങ്കിലും അതിന്റെ ഒബ്ജക്റ്റീവ് ഫോം ഇന്നും നേരത്തെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ബിക്കോസ് ഫോമിനല്ല ഇവിടെ ഇമ്പോർട്ടൻസ്, കളറും അതിന്റെ സീക്വൻസും അതിന്റെ ഈ സ്ട്രക്ചറും നമ്മൾ വെച്ച് അപ്ലൈ ചെയ്യുന്ന ലൈൻസും ഒക്കെയാണ്. ലൈൻ ഉപയോഗിച്ച് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഔട്ട്ലൈനിനുള്ളിൽ ഈ ഫോം വരാൻ ശ്രമിക്കുന്നില്ല. അതിന്റെ ഉള്ളിലുള്ള കളർ തന്നെ ഇങ്ങനെ ഒരു സ്പ്രെഡ് ഔട്ട് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയി മാറണം. അതാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ വീണ്ടും ഈ ഒരു ഇന്ത്യയിലോട്ട് തന്നെ മടങ്ങി വരുന്ന മുരളിയുടെ പഠനങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഇന്ത്യൻ ഈസ്തറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ മുരളി നടത്തിയിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള എന്തെങ്കിലും ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ മുരളിയുടെ പെയിന്റിങ്ങിൽ
പിന്നീടുള്ള പെയിന്റിങ്സിന്റെ ആ പരിണാമത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ കളറിൽ നിന്ന് ഇപ്പോൾ ഓയിലിലേക്ക് മാറി തുടങ്ങുന്ന ആ പരിണാമത്തിൽ എന്തെങ്കിലും കാരണമായിട്ടുണ്ടോ അതിന്? അങ്ങനെ പ്രകടമായിട്ട് എനിക്ക് പറയുവാൻ അല്ലെങ്കിൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് എൻ്റെ ഈ രണ്ട് വശം തന്നെയാണ്. ഒന്ന് ഈ അക്കാഡമിക് ആയിട്ടുള്ള ഒരു സ്റ്റഡീസും ഒരു വെർബൽ എക്സ്പ്രഷന് വേണ്ടിയുള്ള ഒരു ഫോമും, കവിത എഴുതുന്ന വല്ല അതുപോലെയുള്ള ഫോമും അല്ലെങ്കിൽ ഈ ചിത്രകലയും, ഇത് രണ്ട് ഭിന്നമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ദ മാൻ, മനുഷ്യൻ എന്ന് പറയുന്ന ആ വ്യക്തിയും ചിത്രകാരനും അല്ലെങ്കിൽ കവിയോ മറ്റ് പഠനം നടത്തുന്നയാളോ അക്കാഡമിക്കോ വ്യത്യസ്തനാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ പഠനങ്ങളെല്ലാം നടത്തുന്നത് ഈ ഇന്ത്യൻ എസ്തറ്റിക്സ് ആയാലും, ഞാൻ എൻ്റെ വർക്ക് ഈ ശ്രീ അരവിന്ദ ഘോഷ് അദ്ദേഹത്തിന്റെ എസ്തറ്റിക്സിലാണ് ചെയ്തിരിക്കുന്നത്. എങ്കിലും അതും ഈ ഇതുമായിട്ട് ഈ നമ്മുടെ പെയിന്റിങ്ങുമായിട്ട് ഓപ്പൺ ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഞാൻ ഏതായാലും സ്വന്തമായിട്ട് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഉള്ളിൽ അങ്ങനെ ഉണ്ടാവും, എങ്കിലും ഒരു അല്പം ഇന്ത്യൻനെസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം എനിക്ക് ചുറ്റും കാണുന്നത് ഇപ്പം വളരെ നോർമലായിട്ട്, ഉദാഹരണത്തിന് ഞാൻ ഈ ചെയ്ത ഒരു പെയിന്റിങ്ങിൽ വളരെ നമ്മൾ നിത്യജീവിതത്തിൽ കാണാൻ പറ്റുന്ന ഒരു അടുക്കളയുടെ ദൃശ്യം വാട്ടർ കളർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാവർക്കും ഈ അടുക്കള, കുട്ടിക്കാലം മുതലേ അടുക്കള കാണുമ്പോൾ പാത്രങ്ങളും ചട്ടിയും കലമൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്, പ്രത്യേക ജനലിനകത്തൂടെ വരുന്ന ഒരു പ്രത്യേക വെളിച്ചമൊക്കെ അത് കാണുമ്പോഴത്തേക്ക് ഓരോ രീതിയും ഓരോ മനുഷ്യനും റെസ്പോണ്ട് ചെയ്യുന്നു, ഓരോ രീതിയിലാണ്. അപ്പൊ അവരവരുടെ കുട്ടിക്കാലത്തിലേക്ക് മടങ്ങുകയോ അല്ലെങ്കിൽ അവരുടേതായ അസോസിയേഷൻ കൊണ്ടുവരികയോ, അപ്പൊ അത് ധാരാളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സ്റ്റിൽ ആയിട്ടുള്ള ഒരു പിക്ചർ ആയാലും, അത് ഈ സ്റ്റിൽ ലൈഫ് വിഭാഗത്തിൽ പെടുന്നതായാലും, അതുപോലെ ഒരു കെറ്റിലും ഒരു ഗ്ലാസും അല്ലെങ്കിൽ ഒരു ചെറിയ ഉരുളക്കിഴങ്ങോ ഉള്ളിയോ ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്യുമ്പോഴും സ്റ്റിൽ ലൈഫ് സ്റ്റഡി വിഭാഗത്തിൽ പെടുന്നതായാലും അതിനും ചില അസോസിയേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം സെസാന്റെ ഒക്കെ തന്നെ സ്റ്റിൽ ലൈഫ് പല രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ ആണ് ഈ കളേഴ്സിന്റെ ഇതിലായാലും ഇന്ത്യൻനെസ് കൊണ്ടുവരാനായിട്ട് ഒരു അല്പ ശ്രമം നടത്തുന്നുണ്ട്. എങ്കിലും ഈ പഠനം എന്നുള്ള രീതിയിൽ അത് മനസ്സിന്റെ വേറൊരു വശം തന്നെയാണ്. അതൊരു ഇന്റലക്ച്വൽ ആയിട്ടുള്ളൊരു പെർസ്യൂട്ടാണ്. ഇത് വളരെയേറെ ഇമോഷണലാണ്, നമ്മുടെ ഫീലിംഗിന്റെ ലെവലിൽ നിൽക്കുകയാണ്. വൈകാരികമായിട്ടുള്ളൊരു ബന്ധമാണ് കളറും ഉപയോഗിക്കുന്ന രീതി, അതിന്റെ ബ്രഷും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം. I was also pleased to see this exhibition because although I've known Murali for 2 or 3 years, I never knew that he was a painter. And I never knew either that he has so much love and affection for nature, which is the main subjects of his paintings. You can see in his paintings his profound love of trees, of forests, of woods, of houses, a love that comes out of him onto his painting and into the viewer. The viewer can look at his paintings and feel that same attraction. He paints very quickly, he tells me, and that's perhaps the secret of his success, because he paints while the image is still fresh in his mind. And the image is very clear, even if it's an abstract or an impressionist idea, it's still so evocative of nature, of the warmth of the forest, of the warmth of the trees, or of the spectacular beauty of some of the landscapes, that it passes right from the painting into the viewer, and it's more for the viewer than for the painter in this instance. He's a remarkable painter. I think he'll have a very great career. He's got great ideas and great love, and I think this comes out in his paintings. There are many there that I could say that are my favorites. There's one which is of a dark forest with light coming in through the trees. And it's really extraordinary because standing beside it in a gallery, there you are, you're not in a gallery anymore. You're in a forest and it's dark. It's rather frightening, but it's awesome. അധ്യാപകൻ എന്നുള്ള രീതിയിലാണ് മുരളി ജോലി ചെയ്യുന്നു എന്നതാണല്ലോ.
അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു ജോലിയിൽ നിന്നും വിഭിന്നമായി ഈ രീതിയിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു വളരെയധികം വ്യത്യസ്തമായ രണ്ട് മേഖലകളാണ് ഈ പഠിപ്പിക്കുക എന്ന് പറയുന്നതും പെയിന്റ് ചെയ്യുക എന്ന് പറയുന്നതും. അപ്പോൾ ഇത് തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടോ? ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. ഈ പഠനകാലത്തും അതുപോലെ തന്നെ ഇപ്പൊ പഠിപ്പിക്കുന്ന കാലത്തും അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. എങ്കിലും ചിത്രകലയോടുള്ള ഈ അഫിനിറ്റി വളരെ ഡീപ്പായിട്ടുള്ളത് കൊണ്ട് ചിത്രം വരയ്ക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഒന്ന് പാട്ട് പാടാൻ വരെ തോന്നുന്നു. അത്രത്തോളം സന്തോഷം തോന്നുന്നത് ഈ ചിത്രം വരയ്ക്കുമ്പോഴാണ്. അധ്യാപനത്തിനും തീർച്ചയായിട്ടും അതേ സന്തോഷം തന്നെ ഉണ്ട്. എങ്കിലും ഇത് രണ്ടും ഇതുവരെ എനിക്ക് വലുതായിട്ട് കോൺഫ്ലിക്റ്റ് വന്നിട്ടില്ല. പഠിപ്പിക്കുന്നത് ഒരു വശത്തും പഠിക്കുന്നത് മറ്റൊരു വശത്തും, അതുപോലെ തന്നെ എൻ്റെ ഏകാന്തത മുഴുവൻ എനിക്ക് നിറഞ്ഞൊരു റിലീജിയോസിറ്റിയോടുകൂടി അനുഭവിക്കാൻ പറ്റുന്നത് ചിത്രം വരയ്ക്കുമ്പോഴാണ്, പെയിന്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും കൂടുതലായിട്ട് എനിക്ക് കിട്ടുന്നതും ഇനി കിട്ടാൻ പോകുന്നതും ഈ അധ്യാപന പ്രവൃത്തിയിൽ കൂടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ വലിയൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല.